ബിജെപി നടത്തുന്ന ഈ ബദൽ അയ്യപ്പ സംഗമം അത് ശരിയാണോ? ശരിയല്ല. അയ്യപ്പ സംഘം എന്നല്ല ഇപ്പൊ തന്നെ അതിൽ തന്നെ ഒരാൾ പറഞ്ഞായിട്ട് ശ്രീനാരായണ സംഗമം നടത്തുന്നത് അവരുടെ മോർച്ചയാണ്, പിന്നോക്ക മോർച്ചയാണ്. അപ്പോൾ അവർക്കൊക്കെ വല്ല വീക്ഷണം വിവേകമുണ്ട്. എന്താണ് അവർ കാണിക്കുന്നത്? ഇതിനെതിരെ എന്തിനാ അവർ നിൽക്കണം? പക്ഷെ ഇവരെതിരെ നിന്നുകൊണ്ട് വല്ലതും സംഭവിക്കാനുണ്ടോ? ഇവിടെ ജനം ഇത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഈ സംഗമത്തെയും സ്വീകരിച്ചു കഴിഞ്ഞു, ശബരിമലയും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെതിരെ നിൽക്കുന്നവൻ മഴവെള്ളച്ചാട്ടത്തിനെതിരെ പഴമറവും കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും. രണ്ട് നിലപാടുകൾ പറഞ്ഞു. അത് NSS പറഞ്ഞിരിക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഈ KPMS ഒരു നിലപാടുണ്ട്. KPMS പറയുന്നത് അതായത് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന സാധനം അത് സുപ്രീം കോടതി അവിടുത്തെ യാഥാർത്ഥ്യമായിട്ട് വിധിയാണ്, അത് അംഗീകരിക്കാതെ പിന്മാറാൻ പാടില്ലെന്നാണ് ഈ KPMS പറയുന്നത്. ഈ രണ്ട് നിലപാടുകളും നിൽപ്പുണ്ട് ഇവിടെ. അല്ല, അവരുടെ KPMS അഭിപ്രായമായിട്ട് അവർ മുന്നോട്ടെന്നും, പക്ഷേ NSSന്റെ നിലപാടിനൊരു മാറിയില്ലോ. കാരണം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് കൃത്യമായി നടക്കണമെന്ന് അവർ പറയുന്നുള്ളൂ. അത് ഞങ്ങളും പറയുന്നുണ്ട്. അതങ്ങനെ നടത്തണമെന്ന്, അങ്ങനെ നടക്കുന്നുള്ളെന്ന് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. പിന്നെ സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു വിധിയുണ്ടെന്ന് പറഞ്ഞ് KPMS അതുകൊണ്ട് നടന്നാൽ ഇപ്പോൾ അത് ഓടണ കാലമല്ല. പ്രായോഗികമല്ലാത്തതും അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൊണ്ടും ഇപ്പോൾ വരുന്നത് ഈ ക്ഷേത്രം നമ്മുടെ ശബരിമല അയ്യപ്പനോട് മാത്രമല്ല കേരളത്തോട് തന്നെ കാണിക്കുന്ന ഒരു അപകടമാണ്. KPMS നിലപാട് നടക്കുന്ന കാര്യമല്ല അല്ല.